കെട്ടിട നിർമ്മാണ മേഖലയിൽ വെറും കയ്യാളായി നിന്നിരുന്ന സ്ത്രീകൾ വീടുകളുടെ മൊത്തം നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് വളർന്നു വന്നതിൻ്റെ കഥയാണ് കോട്ടയം ഏറ്റുമാനൂരിലെ അർച്ചന വിമൻസ് സെന്ററിന് പറയാനുള്ളത്. ആത്മാഭിമാനത്തോടെ അധ്വാനിച്ച് ജീവിക്കുവാൻ വനിതകളെ പരിശീലിപ്പിച്ച അർച്ചന വിമൻസ് സെന്ററിന്റെ പിന്നിട്ട നാൾ വഴികളിൽ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സിസ്റ്റർ ത്രേസ്യാമ്മ മാത്യുവിനെ നമുക്ക് പരിചയപ്പെടാം. ഷാലോം ടിവിയുടെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സിസ്റ്ററിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ സിസ്റ്ററിൻ്റെ നാട്, കുടുംബം എന്നിവയെ പറ്റിയൊക്കെ അറിയാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? ഞാനൊരു കുഗ്രാമത്തിൽ ജനിച്ച ആളാണ്. ഉരുളികുന്നം എന്നാണ് പേര്. അല്പം പ്രശസ്തി ഇപ്പോൾ അതിനുണ്ട്, സക്കറിയാസ് എന്നൊരു വലിയ എഴുത്തുകാരനുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ വളരെയും അവികസിതമായൊരു പ്രദേശമാണ്. എൻ്റെ കൊച്ചുകാലത്ത് ഞാനൊരു 4 മൈൽ നടന്നാണ് ഹൈസ്കൂളിൽ പോയത്. ഇന്നും എൻ്റെ കൊച്ചു നീസുമാരൊക്കെ നിഫ്യൂസും അതേ ദൂരം നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു ബസ്സാണ് ഞങ്ങളുടെ വഴിയിലൂടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ, കർഷകരുടെ ഒരു നാടാണത്. റബ്ബർ മുതലാളിമാരെന്ന് കുറച്ചൊക്കെ പറയാം. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബം ഒരു കൃഷി വലന്മാരുടെ കുടുംബമാണ്, കാർഷിക കുടുംബമാണ്. എൻ്റെ ഫാദർ അല്പം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങാവെട്ട് കച്ചവടവും ഒരു കട നടത്തുന്ന പരിപാടിയൊക്കെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ചുകാലത്തൊക്കെ അതായിരുന്നു പരിപാടി. പക്ഷെ പിന്നീട് കൃഷിയിലേക്ക് തിരിഞ്ഞു. അതൊക്കെ വലിയ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കണം. ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ കുടുംബ പേര് പഴുകുന്നേൽ എന്നാണ് അതിന് പറയുക. പാഴായി കിടന്നൊരു കുന്നിനെ വളരെ ഫലഭൂയിഷ്ടമാക്കി മാറ്റിയൊരു ചരിത്രം ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. അപ്പം പാഴു മാറിയിട്ടുണ്ട്, എന്നാലും പേര് പഴുകുന്നേൽ തന്നെയാണ്. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. എൻ്റെ ഏറ്റവും മുതൽ ചേച്ചി, രണ്ടാമത് എൻ്റെ ബ്രദർ, മൂന്നാമത് ഞാൻ. ഇളയതെന്നുള്ള ഒരു ആനുകൂല്യം മേടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ വളരെ സന്തുഷ്ടമായൊരു കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. ബ്രദർ, ചേച്ചി ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ചേച്ചിയെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ എൻ്റെ ബ്രദർ ഞാൻ 8ൽ പഠിക്കുമ്പോൾ കല്യാണം കഴിച്ചു. അങ്ങനെ പോകുന്നു. അപ്പം പിന്നീട് എൻ്റെ ഒരു ഊഴം നോക്കി നിൽക്കുമ്പോഴത്തേക്കുമായിരിക്കും ഞാൻ വേറൊരു വഴി തിരഞ്ഞെടുത്തത്. അമ്മയെപ്പറ്റി? എൻ്റെ അമ്മ വളരെ സമർത്ഥയായിട്ടുള്ളൊരു നല്ല കുടുംബിനിയാണ്. കുടുംബം നയിക്കാൻ നന്നായിട്ടറിയാം. നല്ല പ്ലാനിങ്ങോടുകൂടി, നല്ല കാഴ്ചപ്പാടോടുകൂടി, നല്ലൊരു കുക്ക്, രുചികരമായിട്ട് പാകം ചെയ്യാൻ, ചിലവ് കുറഞ്ഞ് ചെയ്യാൻ, അതുപോലെ തന്നെ എല്ലാം അടുക്കും ചട്ടിയോടുകൂടി ചെയ്യാൻ, അതുപോലെ പ്രാർത്ഥനാ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും പള്ളിയിൽ പോകണമെന്ന് എല്ലാ ദിവസവും പോകാൻ പറ്റില്ലായിരുന്നു. പണിക്കാരൊക്കെ ധാരാളമുള്ളൊരു കുടുംബമായിരുന്നതുകൊണ്ട്. പക്ഷേ ആദ്യ വെള്ളിയാഴ്ചകളിലും യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ തിരുനാൾ ദിവസങ്ങളിലും മസ്റ്റായിട്ട് പോയിരിക്കും. അപ്പം വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഉച്ചവരെയുള്ള ആഹാരമെല്ലാം ഒരുക്കി വെച്ച് കുർബാനയ്ക്ക് പോവുക എന്നുള്ളത് അമ്മയുടെ ഒരു മിടുക്കായിരുന്നു, സാമർഥ്യമായിരുന്നു ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിലതുപോലെ കൃത്യം പള്ളിമണി അടിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്നുള്ളത് നിഷ്ഠയാണ്. അതിനൊരു വീഴ്ചയും വരുത്താൻ പറ്റില്ല. അമ്മയൊക്കെ ആണെങ്കിൽ 6 മണിയാകുമ്പോഴേ ജോലിയെല്ലാം തീർത്ത് എല്ലാം റെഡിയായിരിക്കും പ്രാർത്ഥനയ്ക്ക്. എൻ്റെ ഇച്ചാച്ചൻ 6 മണിക്കൊക്കെ മുന്നേ തന്നെ, 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഞങ്ങളുടെ ഒരു മുറ്റത്തിൻ്റെ അരപ്ലേസ് ഉണ്ട്, അതിൽ കയറിയിരുന്നുകൊണ്ട് പ്രാർത്ഥന തുടങ്ങും വളരെ മുമ്പേ തന്നെ. പള്ളിമണി അടിക്കുമ്പം എല്ലാവരും വീടിൻ്റെ വരാന്തയിലാണ് ഞങ്ങൾ കൂടുക. ട്യൂബൊക്കെ വെച്ചിരിക്കുന്ന അവിടെ ആയിരുന്നു. അപ്പം അവിടെ എല്ലാവരും വന്നു പ്രാർത്ഥനയ്ക്ക് കൂടിക്കൊള്ളണം. കർശനമായുള്ള ചില ചിട്ടകളൊക്കെ ആയിരുന്നു. മുട്ടുമേ നിൽക്കണം, കൃത്യമായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് നല്ല സ്ഫുടതയുണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റായിരുന്നു. ചാടിച്ചൊന്നും ചൊല്ലി തീർക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ നിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചാച്ചൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ കർക്കശ സ്വഭാവമുള്ള ഒരാളായിരുന്നു. അതിൻ്റെ കുറേ വാങ്ങൽ എനിക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലികളിൽ പലപ്പോഴും കർക്കശം പുലർത്താറും ഉണ്ടെന്നുള്ളത് പറയാം. ചിലപ്പോൾ അത് നല്ലതായിട്ടും വരാറുണ്ട്, ചിലപ്പം ചിലർക്കൊന്നും അത് ബുദ്ധിമുട്ടുണ്ടാക്കാം. അങ്ങനെയൊക്കെ. സിസ്റ്ററിൻ്റെ ദൈവവിളിയിൽ ഈ കുടുംബമായിരുന്നോ സ്വാധീനം ചെലുത്തിയത്? അച്ഛനും അമ്മയായിരുന്നോ കൂടുതൽ സ്വാധീനം ചെലുത്തിയത്?
അമ്മയ്ക്കും ചാച്ചനും ഒരുപാട് പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിലെല്ലാം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ചാച്ചനെയും അമ്മച്ചിയും ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ചിലപ്പോൾ 3 മണിക്ക് കൃത്യമായിട്ട് എഴുന്നേറ്റ് കൊന്തയിലൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവവിളി ആ സച്ചിലേക്ക് ആരും പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു അന്നത്തെ കാലത്ത്. എന്തെന്ന് വെച്ചാൽ ഒന്നാമത് 3 പേരേ ഉള്ളൂ. പിന്നെ അതൊക്കെ എന്താണോ തള്ളിവിടുന്നതാണെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു വർത്തമാനം നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ടാഞ്ഞിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ അധികം പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. എനിക്ക് ദൈവവിളിയെക്കുറിച്ചുള്ള കൂടുതൽ ചിന്ത വന്നത് ഒരു പക്ഷേ വളരെ വിചിത്രമായൊരു സാഹചര്യത്തിലാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട്, അന്നൊന്നും സിനിമ കാണലൊന്നുമില്ല, പണ്ടൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ജ്ഞാനസുന്ദരി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനൊരു സിനിമയൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഈ ഫീൽഡ് പബ്ലിസിറ്റിയുടെ ഒരു പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഫിലിം കൊണ്ടുവന്ന് കാണിച്ചു. ആ ഫിലിമിനകത്തൊരു ഗ്രാമസേവിക ഗ്രാമങ്ങളിലെ തീരെ പാവപ്പെട്ട നോർത്ത് ഇന്ത്യൻ സിറ്റുവേഷനാണ് കാണിക്കുന്നത്. വളരെ പാവപ്പെട്ട കുടിലുകളിൽ കൂടെയും വീടുകളിൽ കൂടെയും എല്ലാം കയറിച്ച് നല്ല സ്മാർട്ടായിട്ട് ഓടി നടന്ന് ഒരു ഞാൻ കൊടുത്തിരിക്കുന്ന ഏകദേശം അതുപോലൊരു സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ ഓടി നടക്കുന്നത്, കയറി ചെല്ലുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു, മാതാക്കളോട് സംസാരിക്കുന്നു, പുരുഷന്മാരോട് സംസാരിക്കുന്നു, അവിടെ കൊണ്ടാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്നെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതങ്ങോട്ട്. അപ്പം ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അതുപോലൊരു ഗ്രാമസേവികയെ പോലെ ഇങ്ങനെ പാവപ്പെട്ടവരുടെ ഇടയിൽ സേവനം ചെയ്യുന്ന ഒരാളാവണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൊണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഞങ്ങളൊരു പാടമൊക്കെ കടന്നു വരാൻ, ഞങ്ങൾക്ക് നടന്നു വരാനായിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ. ചിലപ്പോൾ ഞാൻ ആ ഗ്രാമസേവിയപ്പോൾ എനിക്ക് സാരിയൊന്നും ഉടുക്കാൻ തുടങ്ങിയില്ലായിരുന്നു. സാരിയൊക്കെ അവളിങ്ങനെ പുതച്ചോണ്ടൊക്കെ ആയിരുന്നു നടക്കുക. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ സാരി എടുത്തപ്പോൾ ഞാനും അന്നേരം സാരിയൊക്കെ ഇങ്ങനെ പുതച്ചോണ്ട് ഈ വരമ്പിൻ്റെ വയലിൻ്റെ വരമ്പിൽ കൂടെ ഇങ്ങനെ ആ രീതിയിലൊക്കെ സ്പീഡിലൊക്കെ നടന്നൊക്കെ നോക്കുമായിരുന്നു. ഭയങ്കര ഇമാജിനേഷനായിരുന്നു പിന്നെ അങ്ങോട്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു, മലകളൊക്കെ കടന്ന് സഹ്യപർവ്വതമൊക്കെ കടന്ന് ദൂരെ പോകുന്നതിനെക്കുറിച്ച്, അങ്ങനെ നോർത്ത് ഇന്ത്യയിലെയൊക്കെ പാവങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ, ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു. പശുവിനെ തീറ്റാനൊക്കെ പോകുന്ന സ്വഭാവം ഞങ്ങൾക്ക് ചെയ്യണമായിരുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന പാടെ പശുവിനെ ഇരിക്കാൻ പോകണം, അങ്ങനെയൊക്കെ പല ജോലികളും എനിക്കുണ്ടായിരുന്നു. അതൊക്കെ രസമായിരുന്നു എനിക്ക്. അപ്പം പശുവിനെ തീറ്റാൻ അവധി ദിവസങ്ങളിൽ ഒരു പാറക്കല്ലിൽ, ആനക്കല്ലെന്ന് അതിൻ്റെ പേര്, ആന പോലെ തന്നെ ഇരിക്കുന്നത്, അതിൻ്റെ പുറത്ത് കയറി ഇരുന്നുകൊണ്ട് ആടിനെ തീറ്റുക, പശുവിനെ തീറ്റുക എന്നുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഈ സഹ്യപർവ്വതമൊക്കെ നന്നായിട്ട് കാണാം. ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം ഒരു വലിയ കുന്നാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ സഹ്യപർവ്വതമൊക്കെ കാണുമ്പോൾ സഹ്യപർവ്വതത്തിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകണം. അതിൻ്റെ കൂടെയാണ് ഈ ഷോയ്ക്ക് വേണ്ടി പോകണം എന്നുള്ള ചിന്ത ഇങ്ങനെയാണ് അങ്കുരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉള്ളൊരു ചിന്തയോടു കൂടിയാണ് ദൈവവിളി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിന്ന്. പിന്നെ ഞാൻ വികാരിച്ചനോട് ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അച്ഛൻ കുറേ പ്രോത്സാഹിപ്പിച്ചു. വീട്ടിൽ നിന്ന് പറഞ്ഞു നത്തിങ് ഡൂയിങ് എന്നായിരുന്നു, ഒന്നും എൻ്റെ കുഞ്ഞ് ഒരുങ്ങണ്ട എന്നുള്ള മട്ടിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ പിന്നെ അതിനുള്ള സാഹചര്യം കിട്ടി. നൂതന ആശയങ്ങൾ സങ്കല്പിക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനും പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയാണ് മിസ് ത്രേസ്യാമ്മ മാത്യു. ചങ്ങനാശ്ശേരി സാമൂഹ്യ പ്രവർത്തന വകുപ്പിൻ്റെ ഒരു പ്രസ്ഥാനമായ കോപ്ടാക്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇടവന്ന കാലം മുതലാണ് ത്രേസ്യാമ്മയുമായിട്ട് അടുത്തിടപെടാൻ എനിക്ക് അവസരം കിട്ടിയത്. സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പാടില്ലാത്ത വിധത്തിൽ സ്വയമായിട്ട് ഒരു തൊഴിൽ പഠിച്ച് അതിലൂടെ ജീവിതത്തിനൊരു മാർഗം കണ്ടെത്താൻ അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു കോപ്ടാക്ക്. ഇന്നും ചങ്ങനാശ്ശേരിയിൽ പ്രത്യേകിച്ച് പള്ളി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന, അതിനപ്പുറത്ത് പോലും അറിയപ്പെടുന്ന ഒരു അഡ്രസ്സാണ് കോപ്ടാക്കിൻ്റേത്. കോപ്ടാക്കിനെ അങ്ങനെ ആക്കിക്കൊണ്ടുവന്നതിൽ ത്രേസ്യാമ്മയ്ക്കുള്ള പങ്ക് വളരെ അധികമാണ്. കോപ്ടാക്കിലെ പ്രവർത്തനത്തിന് ശേഷം സോഷ്യോ ഇക്കണോമിക് ട്രസ്റ്റിലേക്ക് കടന്നു വന്ന് അവിടെയും വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ പെൺകുട്ടികളെ, സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ത്രേസ്യാമ്മയുടെ ഒരു പ്രത്യേക വിജയമായിട്ട് ഞാൻ കാണുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ സമൂഹം സങ്കല്പിക്കാതിരുന്ന ഒരു തലത്തിലേക്ക്, കെട്ടിടം പണിയുടെ ഒരു തലത്തിലേക്ക് പെൺകുട്ടികളെ, സ്ത്രീകളെ പരിശീലിപ്പിച്ച് കൊണ്ടുവരിക,
അവരെ കൊണ്ട് സ്വന്തമായിട്ട് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഇന്ന് വളരെ വിജയകരമായിട്ട് നടത്താൻ ത്രേസ്യാമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു സവിശേഷത, സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗമായതുകൊണ്ട് ത്രേസ്യാമ്മയ്ക്ക് അവരുടേതായ ഒരു ആധ്യാത്മികത്വവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രവർത്തന ശൈലിയുമുണ്ട്. ഒരു സിസ്റ്ററിന്, മഠത്തിൽ നിന്ന് വരുന്ന ഒരു സിസ്റ്ററിന് സാധിക്കാത്ത വിധത്തിൽ അൽമായരുമായിട്ട് ഇടപെടുന്നതിന് ത്രേസ്യാമ്മയ്ക്ക് കഴിഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുന്നു, കോപ്റ്റായ്ക്കിലൊക്കെ വെച്ച് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, ഇപ്പോഴും തുടരുന്ന, അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളെ അവിടെ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പോലും, അവരൊക്കെ കുടുംബിനികളായി കഴിഞ്ഞിട്ട് പോലും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു വർഷത്തിൽ ഒരിക്കൽ അവരെയെല്ലാം കാണാനും അവരുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു എന്ന് കാണാനും ഒരുമിച്ച് സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ, ആവശ്യങ്ങൾ അറിയിക്കാനുള്ള അവസരങ്ങൾ, പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ, അതിന് പരിഹാരം ആലോചിക്കാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ആ പ്രത്യേക തരത്തിലുള്ള ആധ്യാത്മികത്വത്തിൻ്റെ ഒരു സവിശേഷത പ്രവർത്തന മണ്ഡലത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ പോലെ വാർത്താവിനിമയ മാധ്യമങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് സിസ്റ്റർ OMMI എന്നൊരു സമൂഹത്തെ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ചിന്തകൾ ഇങ്ങനെ ഗ്രാമസേവികയെ പോലെയൊക്കെ നടക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഞാനൊരു റിലീജിയസ് സമൂഹവുമായിട്ട്, ഒരു മിഷനിൻ്റെ ഉള്ള ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ കുറച്ച് നാൾ നോക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത് ഭയങ്കര പോഷ് ആയിട്ടുള്ളൊരു ജീവിതശൈലിയായിട്ട് എനിക്ക് തോന്നി. തൊട്ട് പുറത്ത് തീരെ പാവപ്പെട്ടവരായ മനുഷ്യർ, ഞാൻ കുട്ടികളെയൊക്കെ കാണുന്നുണ്ട്, പൊടിക്കകത്ത് മുങ്ങി ഉടുക്കാനില്ല, ഉണ്ണാനില്ലാത്തവർ, അതേസമയം അകത്ത് ഒരു ജർമ്മൻ സ്റ്റാൻഡേർഡിലുള്ള വളരെ റിച്ച് ഫുഡും റിച്ച് ലിവിങ്ങുമായിട്ടുള്ളൊരു സ്ഥിതി. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു പരീക്ഷണം നടത്തിയപ്പോഴേ പറഞ്ഞത് എനിക്കുള്ള സ്ഥലം. എനിക്ക് അവിടെ ചെന്നപ്പം പിന്നെ എന്നും ആധിയാ മനസ്സിൽ, ഇതല്ല ഞാൻ അന്വേഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് നിരന്തരം വയറ് ഇളകിയെന്ന് പറഞ്ഞാൽ കൂടുതൽ വയറ്റുന്നു. ഒരു ദിവസം 10 പ്രാവശ്യം 12 പ്രാവശ്യമൊക്കെ പോകുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഞാൻ പറഞ്ഞു ഇതല്ല എൻ്റെ സ്ഥലം. അപ്പം പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് തിരിച്ച് ഞാൻ വന്നേക്കുന്നത്. ഭയങ്കര പേടി ആ വശത്തോടെയുണ്ട്. ഇങ്ങനെ മഠത്തിൽ പോയി എന്നൊരു പേര് വന്നിട്ടുണ്ട്. കോൺവെൻറ്റിൽ പോയി അന്വേഷിച്ചല്ലോ. പക്ഷേ ഇത് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ എനിക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ രീതികളോട്. അതുപോലെ തന്നെ ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ്, ജർമ്മൻ റൂൾസ് പോലെ തന്നെ, അതൊന്നും എനിക്ക് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നൊരു പ്രകൃതമാണ് എൻ്റേത്. അടിച്ചിട്ടോ പിടിച്ചിട്ടോ നിർത്തിയാൽ എനിക്ക് നടക്കത്തില്ല ഒന്നും. അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്കത് സാധിക്കുന്നില്ല എന്നിരുന്നു. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് എന്താ വഴിയാണ്. അപ്പോൾ ഞാനൊരു ജെസ്യൂട്ട് ഫാദറിനായിട്ട് ഞങ്ങൾക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സിലെത്താനൊക്കെ വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ, എൻ്റെ മനസ്സിലെ ആശയം ഇങ്ങനെയാണ്, ഒരു ഗ്രാമസേവിക, സാധാരണ ജനങ്ങളെപ്പോലെ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇതുപോലുള്ള വേർതിരിവും മതിൽ കിട്ടുമെന്നുള്ളത് എനിക്ക് അങ്ങ് ദഹിക്കുന്നില്ല. എന്താ വേണ്ടത് എനിക്കറിയില്ല. ഞാനിങ്ങനെയൊന്നുമല്ല. മിഷനിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിച്ചത് പാവങ്ങളുടെ കൂടെ, അവരുടെ കൂടെ ഇരുന്ന് ഉണ്ണാനും അവരുടെ കൂടെ ഇരുന്ന് അവരെ കുളിപ്പിക്കാനോ കളിപ്പിക്കാനോ ഒക്കെ ഉള്ളതാണ് ഞാൻ വിചാരിച്ചത്. ഇതുപോലെ ഇങ്ങനെ മതിൽ കെട്ടി വേർതിരിച്ച് വേറൊരു വേൾഡിലുള്ളൊരു ജീവിതത്തെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അച്ഛാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ പിന്നെ ഇങ്ങനത്തെ തൻ്റെ ഉട്ടോപ്യൻ ഐഡിയാസൊന്നും സഭയിൽ അങ്ങനത്തെ ഒരു സംഗതി ഇല്ലെന്ന് പറഞ്ഞു, ഇതുപോലത്തെ ഒന്നും. അപ്പം ഞാൻ പറഞ്ഞു, അതെങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, എനിക്കിങ്ങനെ വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോരാൻ തന്നെ തീരുമാനിച്ചു. അതൊരു വലിയൊരു ക്രൈസിസ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഈശോയെ അടുത്തറിഞ്ഞ് അനുഭവിക്കാൻ കിട്ടിയൊരു സമയമായിരുന്നു അത്. എന്ത് വന്നാലും വേണ്ടില്ല, ഐ വിൽ ഗോ, ഹി വിൽ ഷോ മീ ദ വേ, കാണിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ആ സ്ഥലം വിട്ട് തിരിച്ചു പോരുന്നു വളരെ പെട്ടെന്ന് തന്നെ. അപ്പം എൻ്റെ ഫാദർ പറഞ്ഞില്ല, വളരെ സ്ട്രിക്റ്റാണെന്നും, എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്കൊരു പ്രശ്നമല്ല, എൻ്റെ ഈശോ നോക്കും. ഭയങ്കര കോൺഫിഡൻസ്, എന്തൊരു ആന്തരിക ആനന്ദമായിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. ആ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഐ വിൽ ഫൈൻഡ്, ഹി വിൽ ഷോ മീ, ഹി വിൽ ഷോ. എനിക്കൊരു വചനം വരുന്നപ്പോഴുണ്ടായിരുന്നേ, ഷോ മീ യുവർ വേയ്സ് ഓ ലോർഡ്, ടീച്ച് മീ യുവർ പാത്ത്. അതിപ്പോഴും ഏത് ക്രൈസിസ് വന്നാലും എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അതായിരിക്കും, ഷോ മീ യുവർ വേയ്സ് ഓ ലോർഡ്, ടീച്ച് മീ യുവർ പാത്ത്. അപ്പം ആ രീതിയിൽ അന്ന് തിരിച്ചു വന്നു. വളരെ സന്തോഷത്തോടെ വീട്ടിൽ എല്ലാവരും പറഞ്ഞു, നീ പോകുന്നത് നന്നായി. അപ്പോൾ ഈ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞൊരു 2-3 മാസം കഷ്ടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അച്ഛനെ എനിക്ക് എഴുതി അന്നൊന്നും ഫോണൊന്നും ഇല്ലല്ലോ. എഴുതിയിട്ട് പറഞ്ഞു, എടോ താൻ അന്വേഷിക്കുന്ന പോലത്തെ എന്തോന്ന് ചങ്ങനാശ്ശേരിയിലുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അന്ന് ചങ്ങനാശ്ശേരിയിൽ
കൈത്തറ അച്ഛൻ ആൻ്റണി കൈത്തറ എന്ന് പറഞ്ഞ അച്ഛന് അപ്പസ്തോലിക് സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മിഷനിലേക്കൊക്കെ ആൺപിള്ളേരെ പറഞ്ഞു വിടുന്നൊരു സ്വഭാവം പഠിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛന്മാരിങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വഴിയിലാണ് ജസ്യൂട്ട് ഫാദേഴ്സിലാരോ വന്നപ്പോഴത്തേന് ഇവിടെ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് ഈ അച്ഛൻ വഴി എൻ്റെ സുഹൃത്തായ അച്ഛൻ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ അറിയുന്നത്. അച്ഛൻ എനിക്ക് എഴുതി താൻ പോയി അന്വേഷിക്കുക, എൻ്റെ നാട്ടിലാണല്ലോ പോയെന്ന് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എഴുതി. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനെയും കൂട്ടിക്കൊണ്ട് കേട്ടത് മതി കേൾക്കാത്തത് വഴികളിൽ വന്നപ്പം ഇവിടെ ഈ ഒബ്ലേറ്റ് മിഷണറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന എൻ്റെ സെക്കുലർ, ഇപ്പം ഞാനങ്ങ് വരിക്കുന്ന സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്ത്യയിലെ സ്ഥാപകയായ മിസ് ഐറീൻ ട്രിപ്പാനിയർ എന്നൊരു കനേഡിയൻ ഒബ്ലേറ്റ് ഒരു 5-6 യുവതികളും ഒക്കെ ആയിട്ട് ചങ്ങനാശ്ശേരിയിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായിരിക്കുന്നു. ആരും അറിഞ്ഞില്ല. കാരണം ഞങ്ങൾക്ക് യൂണിഫോം ഇല്ല, സാധാരണക്കാരെ പോലെ തന്നെയാണ്. അവരുടെ എല്ലാവരുടെയും കൂടെ ഇടപഴകിക്കൊണ്ട് സാധാരണ ജനജീവിതത്തിൽ ഒന്നുചേർന്നുകൊണ്ട് പോകുന്നൊരു ജീവിതം. അപ്പം ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല ഇങ്ങനൊരു സംഗതി അവിടെ ഉണ്ടെന്ന് പോലും കൂടെ. അങ്ങനെ ഞാൻ അവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് ശരിയാണ്, അക്ഷരശഃ ശരിയാണ്. ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ സുപ്പീരിയർ ഇൻഫീരിയർ വേർതിരിവില്ലാത്ത, ആരാണ് അവിടുത്തെ മേലധികാരി എന്ന് തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ ഈ 5-6 യുവതികളും ഈ പിന്നെ കനേഡിയൻ ഐറീൻ എന്ന് പറഞ്ഞ ആളും ഒക്കെ എല്ലാവരും ഒന്നിച്ച് വളരെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചേർന്ന് ചെയ്ത് എന്താ അവർ പറയുന്നത്, നല്ലൊരു അന്തരീക്ഷം, ഒരു ഫ്രീഡത്തിൻ്റെ അന്തരീക്ഷം, റെസ്പെക്റ്റിൻ്റെ അന്തരീക്ഷം, സ്നേഹത്തിൻ്റെ അന്തരീക്ഷം, സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം എല്ലാം ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു അന്തരീക്ഷം. അപ്പോൾ എൻ്റെ ബ്രദറും ഉണ്ട് കൂടെ. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിപ്പോയി എന്നാണ് ഞാൻ നേരെ പറഞ്ഞത്. യുറേക്ക എന്ന് പറയേണ്ടതായിരുന്നായിരിക്കും, പക്ഷെ അന്ന് എനിക്കത് അറിയത്തില്ലായിരുന്നു വഴിയിൽ വരാനായിട്ട്. അങ്ങനെ ഞാൻ അന്നത് കണ്ടു, അവരോട് സംസാരിച്ചു. ഐറിൻ എന്ന് പറഞ്ഞ ആളിൻ്റെ ഇടപെടലൊക്കെ ഭയങ്കര സ്വീറ്റായിരുന്നു. ആ ജർമ്മൻ ആൾക്കാരുടെ ഇടപെടലും ഭയങ്കര ഒരു പവറോ അതോറിറ്റിയോടുകൂടിയുള്ള ഇടപെടലും ഇവരുടെ ആ ഒരു സിമ്പിൾ ജെൻറ്റിൽ എന്താണ് അപ്പീലിംഗ് അപ്രോച്ചും ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഞാൻ അന്ന് അവർ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു, ഇവരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഫെബ്രുവരി 1, 1968 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഫെബ്രുവരി 2-ാം തീയതി, ശരി 1 ഫെബ്രുവരി 2 മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നാണ് വന്നിച്ചേരുന്നത്. ഒബ്ലൈറ്റ് മിഷണറീസ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് 1952 കാനഡയിൽ സ്ഥാപിതമായി. ഫാദർ ലൂയി മാരി പാരാങ് എന്ന ഒബ്ലൈറ്റ് മിഷണറിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. 1957 ചങ്ങനാശ്ശേരിയിൽ 67 ചങ്ങനാശ്ശേരിയിൽ ഇതിൻ്റെ ഒരു ശാഖ സ്ഥാപിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ അതിൻ്റെ 50-ാം വർഷം ആചരിക്കുകയാണ്. ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി 5 ആധ്യാത്മിക പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അവ ഞങ്ങളുടെ ജീവിതത്തിന് മാർഗദർശിയും ഞങ്ങളെ കൂടുതൽ ഉത്തേജിതരാക്കുകയും ഞങ്ങളുടെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും ഉത്തേജനം നൽകുകയും ചെയ്യുന്ന 5 സ്പിരിച്വൽ മൊമെൻറ്റ്സ് ആണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും പ്രാവർത്തികമാക്കുന്ന ഒരു സംരംഭവും കൂടിയാണ്. കാനഡയിൽ സ്ഥാപിതമായതാണെങ്കിലും ഞങ്ങളുടെ ഈ സ്ഥാപനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ 23 രാജ്യങ്ങളിലായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ 6 രാജ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ 6 രാജ്യങ്ങൾ ചേർന്ന് ഒരു റീജിയനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ആ റീജിയന് ഒരു റീജിയണൽ ലീഡർ കൂടാതെ കൗൺസിൽ മെമ്പേഴ്സും ഉണ്ട്. അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും മുന്നോട്ട് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.
അവരിൽ നിന്നും റീജിയണൽ ലീഡറിൽ നിന്നും കിട്ടുന്ന വിശദാംശങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്ന എന്ന ദൗത്യമാണ് എന്നിലൂടെ പൂർത്തിയാകുന്നത്. കൂടാതെ ഞങ്ങൾ ഇവിടെ പല മേഖലകളിലാണ് ഞങ്ങളുടെ സേവനങ്ങൾ ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നത്. ബാങ്കുകളിലും ഗവൺമെൻറ് മേഖലകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഒക്കെ ഞങ്ങളുടെ സേവനങ്ങൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക, ഞങ്ങളുടെ ജീവിത രീതിയിലൂടെ, ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിലൂടെ ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ഈ OMMI സമൂഹം സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സിസ്റ്റർ പറഞ്ഞു. ആ സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാനായിട്ട് എന്താ? സെക്യുലർ എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് ലോകവുമായി ബന്ധപ്പെട്ടതെന്നാണ്. മറ്റേത് റിലീജിയസ് എന്ന് പറയുമ്പോൾ ലോകത്തെ ഉപേക്ഷിച്ചിട്ടുള്ള എന്നുള്ളതാണ്, ലോകത്തെ മാറ്റിയിട്ടുള്ള, ലോകത്തിൽ നിന്നും വേർതിരിച്ച് മാറ്റിയ അതാണ് റിലീജിയസ്. അത് കട്ട് ഓഫാണ്. ഇത് നേരെ തിരിച്ചാണ്. സെക്യുലർ എന്ന് പറയുമ്പം ലോകത്തിലേക്ക് ഇറങ്ങുന്ന ഒന്നാണ്. ലോകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാകുന്ന, അല്ലെ ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന, ഈശോയുടെ സ്നേഹമാകാൻ ശ്രമിക്കുന്ന, ഈശോ എങ്ങനെ ജനങ്ങളുടെ ഇടയിലൂടെ കടന്നു പോയോ അതുപോലെ കടന്നു പോകാനായിട്ടുള്ളൊരു ശ്രമിക്കുന്ന ഒരു വ്യക്തികളുടെ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഞങ്ങളുടെ സെക്യുലർ എന്ന് പറയുന്നതിന് വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ അൽമായ ആ അവസ്ഥ കളയുന്നില്ല. അൽമായരുടെ കൂടെ നിന്നുകൊണ്ട് എന്നാൽ ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെടുന്ന ജീവിതങ്ങൾ എന്നുള്ളതാണ്. റിലീജിയസ് എന്ന് പറയുമ്പോൾ അൽമായത്വം ഒരു വരെ വിടുകയാണ്, സന്യസ്തർ എന്ന് മാറുകയാണ്. അപ്പം നമ്മളൊരു വേറൊരു പടിയിലേക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ടേ കാണുകയുള്ളൂ. ഇപ്പം ഞാനും മിനിയും ആയിരിക്കുന്നത് പോലെ തന്നെയുള്ള, മിനി ഒരു കുടുംബിനിയായിരിക്കാം, പക്ഷേ ഞാനൊരു സമർപ്പിതയാണ്. പക്ഷേ ഞാൻ ഈ കുടുംബിനികളുടെ കൂടെയും എൻ്റെ സമൂഹത്തിലെ ജനങ്ങളുടെ കൂടെ ഇടപഴകാനുള്ള ഒരു അവകാശത്തോടും ആ ഒരു അവകാശം വിടാതെയുമുള്ള ഒരു സമർപ്പണമാണ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നടത്തുന്ന കോൺസിക്രേഷൻ. അതാണ് അതിൻ്റെ വലിയൊരു ഡിഫറൻസ്. അൽമായരുടെ കാര്യം പറഞ്ഞു, അൽമായരെ കൂടെ കൂട്ടി ചേർക്കുന്ന ഒരു സമൂഹമാണെന്ന് പറഞ്ഞു. അൽമായത്വം വിടാത്ത ഒന്ന്, അതായത് സന്യസ്തതയിലേക്ക് മാറുന്നില്ല. ഈശോയും മറിയും ഒക്കെ എവിടെയായിരുന്നു എന്ന് ഓർത്ത് നോക്കിക്കേ, ജനങ്ങളുടെ കൂടെയായിരുന്നു. അവരുടേതുപോലെ ഒരു വീട്ടിൽ അവരുടേതുപോലെ തൊഴിലുകൾ ചെയ്ത് ഒരു കാർപ്പൻ്ററുടെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നൊരു ജീസസ് അല്ലായിരുന്നു. അതുപോലെ അദ്ദേഹം ഈശോ തൻ്റെ പ്രഘോഷണങ്ങൾക്ക് ഇറങ്ങിയപ്പോഴും വേറൊരിടത്തേക്ക് മാറിയില്ല. അവരുടെ കൂടെ തന്നെ അവരുടെ ജനങ്ങളുടെ വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ചേർന്നുണ്ട്. കല്യാണത്തിന് പോയി, മരണത്തിന് പോയി, ഇല്ലേ? ഇന്ന് നമ്മുടെ സന്യസ്തരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും റിലീജിയസ് സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചും മരണത്തിന് പോകാൻ, കല്യാണത്തിന് പോകാൻ പാടില്ല, സന്തോഷങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല, ദുഃഖങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കൂ. അപ്പോൾ സന്യാസം എന്ന് പറയുന്നത് എന്തോ ഒരു ദുഃഖത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് മാറുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഞാൻ നേരെ തിരിച്ചൊരു സ്വഭാവക്കാരിയാണ്. എന്നെ കുട്ടിക്കാലത്ത് തന്നെ പറയുക മുഴുവനും ചിരിക്കൊടുക്കുക എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. ഇപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എപ്പോഴും ഇത്ര ഒരു ചിരിയോടുകൂടി നടക്കാൻ സാധിക്കുന്നത്, എടുക്കാൻ പറ്റുന്നത്? ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ പോലും പല ചോദിക്കാറുണ്ട്. ഇപ്പോൾ പോലും ഹൗ യു മാനേജ് എന്നൊക്കെ ചോദിച്ചു. ദാറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആഹ്ലാദമാണ്. ഞാനിപ്പോഴും കാണുന്ന ഒരു 3 വയസ്സുകാരിയുടെ 5 വയസ്സുകാരുടെ പോലെയാണ്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും എൻ്റെ മെഡിറ്റേഷനിലിരിക്കുമ്പോഴൊക്കെ ഞാൻ എന്നെ ഒരു 5 വയസ്സുകാരിയോ ഒരു 3 വയസ്സുകാരിയെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞു മകളായിട്ട് പുള്ളിക്കളിക്കാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഡിഫറൻസ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു അൽമായരുടെ ഒരു സമൂഹം നിങ്ങൾ OMMIയിൽ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ സിസ്റ്റർ? അൽമായർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും അൽമായരാണ്. പക്ഷെ ഞങ്ങളോടൊപ്പം തന്നെ അങ്ങനെ ഒരു കോൺസിക്രേഷൻ എടുക്കാതെ കൊണ്ട് ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അസോസിയേറ്റ് ഗ്രൂപ്പ് എന്ന് പറയും. അതിൻ്റെ വോളണ്ടിയേഴ്സ് ഓഫ് ഗാഡ് എന്നാണ് ഞങ്ങളുടെ ഫൗണ്ടർ വിളിച്ചിരിക്കുന്ന മനോഹരമായ പേര്. ദൈവത്തിൻ്റെ വോളണ്ടിയർമാർ. ആ വോളണ്ടിയേഴ്സിനും ഞങ്ങളുടെ അതേ സ്പിരിച്വാലിറ്റിയുടെ ചില ഭാഗങ്ങളാണ് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. അവരും ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനമായിട്ടും ഒരു 5 കാര്യങ്ങൾ ജീവിതത്തിൽ കാഴ്ചപ്പാടുകളുണ്ടാക്കുക. അതൊരു പോസിറ്റീവ് കൾച്ചർ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ മനോഭാവങ്ങൾ നമ്മളിൽ വളർത്തുന്ന, എവാഞ്ചലിക്കൽ മനോഭാവങ്ങൾ വളർത്തുന്ന ഒരു 5കളാണ്.
അത് ഒന്ന് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക, അത് ഞങ്ങളുടെയും പ്രധാന പോയിന്റുകളാണ്. 2, മറ്റുള്ളവരിൽ നിന്നും വിമർശനങ്ങൾ ഒഴിവാക്കുക, മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുക, അതായത് മറ്റുള്ളവരിലെ നന്മ കാണാൻ ശ്രമിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. 3ാമത്തെ പോയിൻ്റാണ് ആവലാതികൾ ഒഴിവാക്കുക എന്ന്. അപ്പം നമുക്കൊരു ഇപ്പം ചൂടെടുക്കുന്നു, അയ്യോ എന്ത് ചൂടാണെന്ന് പറഞ്ഞാൽ പറയും, പരാതി പറയുന്നൊരു സ്വഭാവം നമുക്ക് പെട്ടെന്ന് എന്ത് നിസ്സാര കാര്യത്തിന് പോലും പരാതി പറയാം. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തോട് കൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരാതി പറയാനല്ല, ആ ഒരു ദൈവിക സാന്നിധ്യത്തിലുള്ള ആ വളർച്ചയിൽ പരാതിക്ക് പകരം ഇത്രയ്ക്കല്ലേ ഉള്ളൂ, ഇതിനേക്കാൾ എത്രയോ ചൂട് മറ്റുള്ള സ്ഥലങ്ങളിൽ ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കാനുള്ള രീതിയിൽ അതിനെയൊക്കെ ലഘൂകരിക്കുന്നൊരു മനോഭാവം വളർത്തിയെടുക്കുക. 4ാമത്തെ പോയിൻ്റാണ് മറ്റുള്ളവർക്ക് എപ്പോഴും സേവന സന്നദ്ധരായിരിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ എന്ന് പറയുന്നത് ചാരിറ്റി സർവീസ്. ഫാദർ പറാങ് ഞങ്ങളുടെ ഫൗണ്ടർ എപ്പോഴും എടുത്തെടുത്ത് ഞങ്ങളോട് പറയാമെന്നാണ്, നിങ്ങളുടെ പൈവറ്റ് പോയിൻറ്റ്സ്, നിങ്ങളെ ബാലൻസ് നിൽക്കേണ്ടത് ഇവിടെയാണ്. ഇതാണ് ചാരിറ്റി ആൻഡ് സർവീസ്. അതുവഴി നിങ്ങളുടെ മുഖമുദ്ര അതാണെന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ സർവീസ്, ബീയിങ് ഓഫ് സർവീസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇത് പറയുക. വെറും സർവീസ് ചെയ്താൽ പോരാ, നിങ്ങൾ സർവീസ് തന്നെ ആയിത്തീരണം എന്നുള്ളതാണ്. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബീയിങ് ഓഫ് പീസ്, സമാധാനമുള്ളവരും സമാധാനം സ്ഥാപിക്കുന്നവരും ആവുക. വഴക്കുണ്ടാക്കി എങ്ങനെയെങ്കിലും ഭിന്നിപ്പിക്കാനല്ല നോക്കണ്ട, എപ്പോഴും യോജിപ്പിക്കുന്ന രീതിയിൽ സ്നേഹം സൗഹൃദം വളർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നമ്മളിൽ നിന്നും ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ വോളണ്ടിയേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനും നിർബന്ധമായിട്ടും അവർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ 5 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതോടൊപ്പം തന്നെ വേറൊരു 5 കൂടിയുണ്ട്. 5 എന്ന് പറയുന്നത് ദിവസവും ഒരു ക്രൈസ്തവ സ്നേഹം പങ്കുവയ്ക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ഇടപെടലാണെങ്കിലും ബോധപൂർവം ചെയ്യുക. അത് ഞങ്ങൾക്കും ഉണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് അർത്ഥമില്ല. ഒരു പക്ഷേ ഞാൻ 5 കാര്യങ്ങൾ. അപ്പം നമ്മളൊരു പക്ഷേ ഒരു ആളെ പള്ളിയിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ നടന്നു പോയ വഴി കണ്ടു, അവർക്ക് നമുക്ക് വലിയധികം ഒന്നും കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മളൊന്ന് ചിരിച്ചോണ്ട് അവരോട് എന്നാ ഉണ്ട് വിശേഷം, വർത്തമാനം പറയാൻ വലിയ താല്പര്യം നമുക്ക് തോന്നുന്നില്ലായിരിക്കും അവരോട്. ഒരു പക്ഷേ നമുക്ക് അത്ര വലിയ അടുപ്പമൊന്നും ഇല്ലാത്തത്. എന്നാലും കുറേ നാളായാലും വഴി കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ സൗഹൃദ അന്വേഷണം. പക്ഷേ എന്നാലും ഞാൻ അവരെ ശ്രദ്ധിച്ചു എന്നൊരു സന്തോഷം ഞാൻ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിച്ചാൽ ഇച്ചിരി എന്തെങ്കിലും ഒരു നല്ലൊരു അവരെ മോട്ടിവേറ്റ് ചെയ്യത്തക്ക ഒരു വാക്കെങ്കിലും പറഞ്ഞു, പിന്നെ എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ അവരെക്കുറിച്ച് അന്നേരം ഒന്ന് പറഞ്ഞു, എന്നാലും ഒന്ന് കണ്ടതിൽ സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷത്തിൻ്റെ സ്പിരിറ്റ് നമുക്ക് കൊടുക്കാം. വലിയ വൻകാര്യങ്ങളല്ല, പക്ഷെ കൊച്ചു കാര്യങ്ങളിലൂടെ ആ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം അവർക്ക് കൊടുക്കുക. ക്രിസ്തീയ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു തോന്നിക്കുന്നതാണ്. സന്തോഷമുണ്ട് കണ്ടതിലെന്ന് പറയുമ്പോൾ തന്നെ എന്നെ കണ്ടതിൽ ആർക്കെങ്കിലും ഒരു സന്തോഷം ഉണ്ടായല്ലോ എന്നൊരു തോന്നൽ അവർക്ക് കൊടുക്കാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങളായിരിക്കും, ഞങ്ങൾക്ക് വൻകാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ഈ അസോസിയേറ്റ് ഗ്രൂപ്പിനും ഇല്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു 5 കാര്യങ്ങൾ. അപ്പോൾ ഈ 2 5 അവർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നത്. OMMI കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച ഫാദർ ലൂയി മാരി പറാങ് തന്നെ ആൽമായർക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് വോളണ്ടിയേഴ്സ് ഓഫ് ഗോഡ്. വോളണ്ടിയേഴ്സ് ഓഫ് ഗോഡ് എന്ന ഈ സംഘടനയുടെ അംഗമായിട്ട് ഇപ്പോൾ 4 വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ സംഘടനയിൽ അംഗങ്ങളാകുന്നവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട 5 മനോഭാവങ്ങളുണ്ട്. അവയാണ്: 1 ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക, 2 പരാതികൾ ഒഴിവാക്കുക, 3 മറ്റുള്ളവരെ കുറ്റം വിധിക്കാതിരിക്കുക, 4 സേവന സന്നദ്ധരായിരിക്കുക, 5 സമാധാന സ്ഥാപകരായിരിക്കുക. ഈ ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈശോയുടെ കാൽപ്പാടുകളെ പിഞ്ചെന്ന് വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഒബ്ലേറ്റ് മിഷണറീസ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സന്യാസിനി സഭയെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. അർച്ചന വിമൻസ് സെന്ററിന്റെ ആരംഭത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ സിസ്റ്റർ ത്രേസ്യാമ്മ മാത്യുവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.